സോളും ഉറക്കമൊക്കെ എണീറ്റ് വരുന്നു. ഇപ്പോൾ ഒരുപാട് കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ടൈം ട്രാവൽ ചെയ്ത് വരുന്നതല്ല. അല്ലാതെ സാധാരണ ഒരു ദിവസമൊക്കെ പോകുന്നതാണ് കാണിക്കുന്നത്. നേരത്തെ സോള് വന്ന സമയത്താകട്ടെ ഒരു കുഞ്ഞു കുട്ടിയൊക്കെ ജനിക്കുന്നതായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഒരു കുട്ടിയൊക്കെ കുറച്ചുകൂടി വളർന്നിരിക്കുന്നു. നേരത്തെ ഹ്യുഞ്ചിന് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ ഇപ്പോഴാകട്ടെ ഹ്യുഞ്ചും സോളും ഒരേ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. സോള് കാറിലിരിക്കുന്ന സമയത്താകട്ടെ ഇൻഹുക്കിന്റെ ഒരു ഫാൻ മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടെന്നുള്ള ഒരു പോസ്റ്ററും കൂടി അവൾ കാണുകയാണ്. ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന രീതിക്കാണ് താനും ഈ ഒരു പ്രസന്റിൽ ജീവിക്കുന്നതെന്നാണ് അവളും ഓർക്കുന്നത്. ഹ്യുഞ്ചിന്റെ കുട്ടിയുടെ സ്കൂളിലൊക്കെ പോയിട്ട് അവിടുത്തെ ഒരു കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഹ്യുഞ്ചും തിരികെ എത്തിയിട്ടുള്ളത്. പക്ഷെ ബോസിന്റെ അടുത്താകട്ടെ അവൾ ഒരു മീറ്റിംഗിലൊക്കെ പോയെന്നായിരുന്നു ചോയ് കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നതും. സോൾ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോറി ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ബോസും അവളെ കുറെ കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഒരു ടോപ്പ് സ്റ്റാർ ഒക്കെ അഭിനയിക്കുകയാണെങ്കിൽ മാത്രമേ ആളുകൾ തിയേറ്ററിൽ പോയി പോലും ഈ ഒരു പടം കാണുകയുള്ളൂ എന്നായിരുന്നു ബോസിന്റെ അഭിപ്രായം. ഹീറോ എന്ന പേരുള്ള ആ ഒരു ഡ്രാമ പോലും ചെയ്യുവാനായിട്ടൊക്കെ അവർ തീരുമാനിച്ചില്ലേ? അത്രയ്ക്ക് മോശമായത് പോലും അവർ ചെയ്യുന്നുണ്ട് എങ്കിൽ അവരുടെ ടേസ്റ്റൊക്കെ അത്രമേ ഉള്ളൂ എന്നായിരുന്നു ഹ്യുൻചും പറഞ്ഞു കൊടുക്കുന്നത്. അതേസമയം ബോസിനെ കുറിച്ച് കുറച്ചൊക്കെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ പോലും തൊട്ടടുത്ത് ബോസ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്ന ഹ്യുൻചും ബോസിനെ പുകഴ്ത്തിയൊക്കെ സംസാരിക്കുന്നു. ഇനി അടുത്തൊരു പ്രശ്നമൊക്കെ നടന്നിരിക്കുകയാണ്. അതായത് ഡോജൺ എന്ന പേരുള്ള ഒരു ആക്ടറൊക്കെ ഉണ്ട്. അവനാകട്ടെ ഡ്രാമയിൽ കിസ്സിംഗ് സീനിൽ ഒന്നും തന്നെ അഭിനയിക്കുകയില്ല എന്നും അതുകൊണ്ട് തന്നെ കിസ്സിംഗ് സീൻസ് ഒക്കെ കട്ടാക്കി കളയണമെന്നും പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഡോജിന്റെ കമ്പനിയുടെ സിഒ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തന്നെ അങ്കിളാണ്. അതുകൊണ്ട് തന്നെ അവന്റെ അതേ അഭിപ്രായമാണ് അങ്കിളിനുമുള്ളത്. നീ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് കൺവിൻസ് ഒക്കെ ചെയ്യിക്കണമെന്നാണ് ബോസും സോളിന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ ഡോജുണിനെ കാണുവാനായിട്ട് സോളെത്തി കഴിയുമ്പോഴത്തേക്കും ഡോജുണിനെ ഒരുപാട് പുകഴ്ത്തിയൊക്കെ ആയിരുന്നു അവളും സംസാരിക്കുന്നത്. പക്ഷെ അവന്റെ അടുത്തേക്കൊക്കെ പോയി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് മദ്യത്തിന്റെ മണമൊക്കെ അവൾക്കും വരുന്നത്. അവനും അവിടെ ഇരുന്ന് മദ്യമൊക്കെ കുടിക്കുകയായിരുന്നു എന്ന സത്യം അവളും മനസ്സിലാക്കുന്നു. നീ എന്തിനാണ് കിസ്സിങ് സീനൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എനിക്കൊരു കിസ് വേണമെന്നാണ് ഈ ഒരു സിനിമയുടെ തന്നെ പേര്. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് നമ്മൾ കിസ്സൊന്നും ഇല്ലാതെ ഈ ഒരു സിനിമയൊക്കെ നടത്തുക എന്നാണ് സോൾ ചോദിക്കുന്നത്. എനിക്കൊരു കിസ് വേണമെന്നല്ല സിനിമയുടെ പേര്, അത് ഞാൻ കിസ് ചെയ്തു എന്നൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ഡോജുനും സംസാരിക്കുന്നൊക്കെയുണ്ട്. ഒരു റൊമാൻറ്റിക് മൂവിയിൽ കിസ് വേണ്ട എന്നൊക്കെ പറയുന്നത് ക്രീം ബണ്ണിന്റെ അകത്ത് ക്രീം ഇല്ലാത്തത് പോലെയാണെന്നൊക്കെ സോൾ അറിയിക്കുമ്പോഴത്തേക്കും ഹോട്ട് ഡോഗ് ബണ്ണിന്റെ അകത്ത് ഡോഗ് ഉണ്ടോ എന്നും ഫിംഗർ ഫുഡിന്റെ അകത്ത് ഫിംഗർ ഉണ്ടോ എന്നൊക്കെ ഡോജുനും തിരിച്ചു ചോദിക്കുന്നു. ഈ ഒരു സിനിമയിലൊക്കെ നീ അഭിനയിച്ച് കിസ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറേ ചരിത്രം തന്നെ മാറുമെന്നൊക്കെ പറഞ്ഞ് സോൾ അവനെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ട്, അവളും കിസ് ചെയ്യുവാനായിട്ട് പാടില്ല എന്ന് എന്നോട് പറഞ്ഞത് കൊണ്ടാണ് ഞാനും കിസ് ചെയ്യാത്തതെന്നൊക്കെ രഹസ്യമായിട്ട് സോളിന്റെ അടുത്ത് അവൻ പറയുന്നുമുണ്ട്. ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സമയമായിട്ട് പോലും ഡോജിനും അവിടെ നിന്ന് പോക്കുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും നീ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും ഇതിലെ നായകനെ മാറ്റി മറ്റാരെങ്കിലും റീപ്ലേസ് ചെയ്യുമെന്നൊക്കെ അവളും അറിയിക്കുന്നുണ്ട്. ഞാൻ ഈ മൂവിയിൽ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ കമ്പനി നിങ്ങളുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ ഒരിക്കലും ഇതിൽ നിന്ന് മാറ്റുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ ഡോജിനും അറിയിക്കുന്നു. ഡോജനും ഷൂട്ടിങ്ങിനൊന്നും നിൽക്കാതെ കാറിലൊക്കെ കയറുമ്പോഴത്തേക്ക് ഡോജന്റെ ഗേൾ ഫ്രണ്ട് കൂടി കാറിലൊക്കെ ഉണ്ടായിരുന്നു. അവനും മദ്യപിച്ചിട്ടൊക്കെ ആണല്ലോ വണ്ടി ഓടിക്കുവാനായിട്ട് പോകുന്നത്. സോളും അവനോട് വണ്ടി ഓടിക്കരുതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും തന്നെ കാര്യമാക്കാതെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോളം പെട്ടെന്ന് തന്നെ അവന്റെ വണ്ടിയുടെ മുമ്പിലായിട്ടൊക്കെ പാർക്ക് ചെയ്തതിനു ശേഷം വണ്ടിയിൽ നിന്നും അവന്റെ ചെവിക്കൊക്കെ പിടിച്ച് അവനെ ഇറക്കിയിട്ട്, മദ്യപിച്ച് വണ്ടിയൊക്കെ ഓടിക്കുവാനായിട്ടാണ് നിനക്ക് ആഗ്രഹമെങ്കിൽ ഗേൾ ഫ്രണ്ട് ഇല്ലാതെ വണ്ടി ഓടിക്കണം, എന്തിനാണ് അവളുടെ കൂടെ ലൈഫ് ഇല്ലാതാക്കുന്നതെന്നൊക്കെയാണ് അവളും ചോദിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരെ നീ എന്തിനാണ് കൊലയ്ക്ക് കൊടുക്കുന്നതെന്നൊക്കെ സോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ CCTV പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ആ ഒരു കേസൊക്കെ പോലീസ് സ്റ്റേഷൻ വരെ എത്തിയിരിക്കുന്നു. ടൈസങ് അവിടെ ഉണ്ടായിരുന്ന ഒരു സെല്ലിലൊക്കെ കിടക്കുകയാണ്. ടൈസങ് ആകട്ടെ സോളിനെ കളിയാക്കുന്നുമുണ്ട്. ഈ ഒരു പ്രശ്നമൊക്കെ ഒത്തുതീർപ്പാക്കണമെങ്കിൽ സോൾ മാപ്പ് പറയണമെന്നാണ് സിഇഒ പോലും അറിയിക്കുന്നത്. സോളും നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനെ അറിയിക്കുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും സോളിനും ബോസിന്റെ അടുത്തുനിന്നും ഒരു കോളൊക്കെ വരുന്നു. ഡോജൻ ഉണ്ടായിരുന്നത് ഒരു പെൺകുട്ടിയുടെ കൂടെയൊക്കെയാണല്ലോ. അതുകൊണ്ട് തന്നെ സത്യാവസ്ഥ തുറന്നു പറയുകയാണെങ്കിൽ അവൻ ഡേറ്റ് ചെയ്യുകയാണെന്നുള്ള സത്യമൊക്കെ എല്ലാവരും തന്നെ അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നമൊക്കെ നീ മാപ്പ് പറഞ്ഞ് ഇല്ലാതെ ആക്കണമെന്നാണ് ബോസും അറിയിക്കുന്നത്. മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ലാതെ സോളും മാപ്പൊക്കെ പറയുന്നു. എങ്കിൽ പോലും മാപ്പൊക്കെ എഴുതി തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ സോളും അതൊക്കെ എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. നീ മാപ്പൊക്കെ എഴുതുകയാണോ? എനിക്കതൊക്കെ നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ എന്റെ വക എന്തെങ്കിലും ടിപ്സ് ഒക്കെ വേണോ എന്നൊക്കെ ടൈസൺ ചോദിക്കുമ്പോഴത്തേക്കുമാണ് ടൈസങ്ങും ഒരു പോലീസ് ഓഫീസർ ആണെന്നുള്ള കാര്യമൊക്കെ സോളും അറിയിക്കുന്നത്. എങ്കിൽ പോലും അവന് കിടക്കുവാനായിട്ട് ഇഷ്ടമുള്ളത് സെല്ലിലൊക്കെയാണ്. അങ്ങനെ ആ ഒരു സംഭവത്തിനൊക്കെ ശേഷം ടൈസങ്ങും സോളിനെ വിളിച്ചുകൊണ്ട് ഫുഡൊക്കെ കഴിക്കുവാനായിട്ടും എത്തിയിരിക്കുന്നു. നടന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ ടൈസൺ ചോദിക്കുമ്പോഴത്തേക്കുമാണ് സത്യാവസ്ഥ എന്താണെന്നൊക്കെ സോളും അറിയിക്കുന്നത്.
അവൻ മദ്യപിച്ചിട്ടാണ് വണ്ടിയൊക്കെ ഓടിക്കുവാനായിട്ട് തുടങ്ങിയതെങ്കിൽ അവനൊന്ന് ചെക്ക് ചെയ്താൽ കാര്യം അറിയാമല്ലോ. എന്നിട്ട് നീ എന്തിനാണ് അതൊന്നും പറയാതിരുന്നതെന്നൊക്കെ ടൈസൺ ചോദിക്കുമ്പോഴത്തേക്കും ബോസ് പറഞ്ഞിട്ടായിരുന്നു, ഞാനും വാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് സോളും അറിയിക്കുന്നു. ഒരു പക്ഷേ CCTV ക്യാമറാസ് എല്ലാം തന്നെ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കാര്യമൊക്കെ പിടികിട്ടുന്നതല്ലേ, നമുക്ക് മോനെ ജയിലിൽ കയറ്റാമെന്നൊക്കെ ടൈസൺ പറയുമ്പോഴാകട്ടെ, നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുവാനായിട്ട് പോകുകയാണെങ്കിൽ എനിക്ക് എന്റെ ജോലി തന്നെ നഷ്ടമാകുമെന്ന കാര്യവും സോൾ ഓർമ്മിപ്പിക്കുന്നു. ഡോച്ചിൻ ഒരു മോഡലിന്റെ കൂടെയല്ല ഉണ്ടായിരുന്നത്. അവൾ അത്രയ്ക്ക് സുന്ദരിയാണോ ആണെങ്കിൽ അവൾ എന്തിനാണ് അവനെ പോലെയുള്ള ഒരാളെയൊക്കെ ഡേറ്റ് ചെയ്തത്? ഞാൻ ഇൻഹുക്കിനോടൊക്കെ പറയുക ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇൻഹുക്കും എനിക്ക് അവളെ പരിചയപ്പെടുത്തി തരികയില്ലേ എന്നൊക്കെയാണ് ടൈസണും ചോദിക്കുന്നത്. നീ വലിയ സ്റ്റാർ ആണെന്നാണോ നിന്റെ വിചാരം? നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ ഡേറ്റ് ചെയ്യുമെന്നാണോ നീ കരുതിയിട്ടുള്ളതെന്നൊക്കെ സോളും ചോദിക്കുകയാണ്. ഒരു ബിയറിന്റെ പരസ്യത്തിലൊക്കെ ആയിരുന്നു അവിടെ ഇൻഹുക്കിനെ അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ പണ്ട് സൺഷയായിരുന്നു ആ ഒരു പരസ്യത്തിലൊക്കെ ഉണ്ടായിരുന്നതും. സോളും വളരെയധികം മദ്യപിച്ച് നടക്കുവാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ടൈസൺ ആണ് അവളെ എടുത്തുകൊണ്ടും പോകുന്നത്. ഈ ഒരു സമയത്തെല്ലാം തന്നെ ടോച്ചിന്റെ അടുത്തുള്ള ദേഷ്യമൊക്കെ സോളും ടൈസങ്ങിന്റെ അടുത്താണ് തീർക്കുവാനായിട്ടും ശ്രമിക്കുന്നത്. സോൾ ഉറങ്ങുകയാണെന്നൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്കും ടൈസങ്ങും അവിടെ ഉണ്ടായിരുന്ന ഒരു ബെഞ്ചിലൊക്കെ അവളെ കൊണ്ടുപോയി ഇരുത്തുന്നു. അവൾ കണ്ണു തുറക്കുമ്പോഴത്തേക്കും മഞ്ഞൊക്കെ വീഴുന്നതായിരുന്നു അവളും കാണുന്നത്. നേരത്തെ സൺഷനെ കണ്ടുമുട്ടിയ കാര്യങ്ങളെല്ലാം തന്നെ സോളും ഇപ്പോൾ ഓർക്കുകയാണ്. ടൈസങ്ങും സോളിനെ പിന്നീട് കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും സൺഷയുടെ പേരൊക്കെ പറഞ്ഞ് സോൾ കരയുന്നതായിരുന്നു അവനും കാണുന്നത്. സോൾ നടന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഓർക്കുന്നില്ലെങ്കിൽ പോലും ടൈസൺ ആണ് അവളെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് ആക്കിയതെന്ന കാര്യം അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവളും ടൈസങ്ങിനോട് നന്ദിയൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. ടൈസങ് ആകട്ടെ നമുക്ക് ഒന്നിച്ച് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയാലോ എന്നൊക്കെ അവളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അവളും ഒരുപാട് തിരക്കിലാണെന്നൊക്കെ അവനെയും അറിയിക്കുന്നു. ബോസിന്റെ അടുത്തേക്ക് സോൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നേരത്തെ കണ്ട ബോസേ ആയിരുന്നില്ല അത്. ഡോജിന്റെ കമ്പനി നമുക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നൽകുന്നില്ലെങ്കിൽ പോലും ഞാൻ അവനെ മൂവിയിൽ നിന്നും ഒഴിവാക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അവന്റെ പ്രൈവറ്റ് ലൈഫ് കാരണമാണ് നമുക്ക് നഷ്ടമൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെതിരായിട്ട് കേസൊക്കെ കൊടുക്കാമെന്നൊക്കെ ബോസ് പറയുമ്പോഴത്തേക്കും ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ ബോസ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളും ചോദിക്കുകയാണ്. അവൻ ഷൂട്ടിംഗ് സെറ്റിലിരുന്ന് മദ്യപിച്ച കാര്യം നീ എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നത്? അതുകൊണ്ടല്ലേ ഞാനും മാപ്പൊക്കെ പറയുവാനായിട്ട് നിന്നോട് പറഞ്ഞത്. എന്തായാലും നിന്നോട് ചെയ്തതൊക്കെ വളരെ മോശമായി പോയി. നിന്നെക്കൊണ്ട് ഒരിക്കലും മാപ്പൊന്നും എഴുതിക്കുവാനായിട്ട് പാടില്ലായിരുന്നു. നീയും എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ ബോസും അവളോട് പറയുന്നു. മാത്രമല്ല ഇതിനു മുമ്പ് അവളും ഒരു മൂവിയുടെ ഒക്കെ സ്റ്റോറി എഴുതിയൊക്കെ ബോസിനെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള കഥയാണെന്നൊക്കെ ആയിരുന്നു ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നതെങ്കിൽ പോലും ഇപ്പോഴാകട്ടെ ഞാൻ അതൊക്കെ വായിച്ചു നോക്കിയപ്പോഴത്തേക്കും എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഈ ഒരു മൂവിയൊക്കെ എടുക്കാമെന്നാണ് ബോസ് അറിയിക്കുന്നതും. സോളം അങ്ങനെ ഒരുപാട് ഹാപ്പി ആയിട്ട് കയ്യിലുണ്ടായിരുന്ന പേപ്പേഴ്സ് ഒക്കെ കാണിക്കുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് ഒരു ലെറ്റർ കൂടി ഉണ്ടായിരുന്നു. നീ എല്ലാ കാര്യവും മനസ്സിലാക്കിയിട്ട് എനിക്ക് നന്ദി പറയുവാനായിട്ടുള്ള ഈ ഒരു കത്തൊക്കെ എഴുതിയിട്ടുള്ളത്. എന്തായാലും ഉടനെ തന്നെ ഇതൊക്കെ ഞാൻ വായിച്ചു നോക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് ആ ഒരു ലെറ്ററൊക്കെ സൂക്ഷിച്ചു വെക്കുകയാണ് ബോസും. ഞാൻ മദ്യപിച്ചതിന് ശേഷം ബോസിനെ ഒരുപാട് ചീത്തയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് പോലും ബോസ് എനിക്ക് വേണ്ടി ഇത്രയൊക്കെ നല്ല കാര്യം ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചു നിൽക്കുകയായിരുന്ന സോളാകട്ടെ ഇപ്പോഴാണ് തലേദിവസം നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നത്. എനിക്ക് മൂവിയൊക്കെ ചെയ്യുവാനായിട്ട് താല്പര്യമുള്ളത് കൊണ്ടായിരുന്നു ഈ ഒരു കമ്പനിയിലേക്കൊക്കെ ഞാൻ വന്നത്. പക്ഷെ ഇവരാരും എന്നെ നല്ല രീതിയിലൊന്നും ട്രീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനും ഈ ഒരു കമ്പനിയൊക്കെ ഉപേക്ഷിക്കുവാനായിട്ട് പോകുകയാണ്. ഇത്രയും ഓർത്തുകൊണ്ട് സോളും ഇപ്പോൾ റെസിഗ്നേഷൻ ലെറ്റർ ഒക്കെ എഴുതുന്നു. ഈ കമ്പനിയിൽ എല്ലാം കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഒരു തൊഴിലാളി എന്ന രീതിയിലല്ലേ നിങ്ങൾ എന്നെ കഴിഞ്ഞ തവണ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറിയത്? നിങ്ങളോടുള്ള എല്ലാ ബഹുമാനവും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇത്രയൊക്കെ പ്രായമായില്ലേ, എന്നിട്ട് പോലും എന്നെ കൊണ്ട് എന്തൊരു പണിയൊക്കെയാണ് നിങ്ങൾ എടുപ്പിക്കുന്നത്? എന്നെ നിങ്ങൾ പോലീസ് സ്റ്റേഷൻ വരെ കയറ്റിയില്ലേ? നിങ്ങൾ ഇതിനൊക്കെ അനുഭവിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് സോൾ എഴുതിയിട്ടുണ്ടായിരുന്ന കത്തായിരുന്നു റെഡ് കവറിലൊക്കെ ഇട്ടതിന് ശേഷം അവളും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ലെറ്ററൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് തന്നെ ബോസിന്റെ കയ്യിലും ഉണ്ട് എന്ന കാര്യമൊക്കെ അവള് മനസ്സിലാക്കുകയാണ്. എന്നാൽ പിന്നെ തിരിച്ചു പോയിട്ട് ബോസിന്റെ കയ്യിൽ നിന്നും ആ ഒരു ലെറ്ററൊക്കെ മേടിച്ചേക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സോൾ ഇരിക്കുമ്പോഴത്തേക്കുമാണ് ഒരു അവാർഡ് ഫംഗ്ഷന് വേണ്ടിയിട്ടായിരുന്നു ബോസ് പോയിട്ടുണ്ടായിരുന്ന കാര്യമൊക്കെ അവളും മനസ്സിലാക്കുന്നത്. അങ്ങനെ അവളും ഇപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ്. ബോസും മേശയിൽ പേഴ്സ് ഒക്കെ വെച്ചിട്ട് പോയത് അവളും കാണിക്കുകയാണ്. അവളാകട്ടെ ഓരോരുത്തരുടെ പിറകേക്ക് ഒളിച്ചൊളിച്ച് വന്നതിന് ശേഷം മേശയിലുണ്ടായിരുന്ന ബോസിന്റെ പേഴ്സും എടുക്കുന്നു. അപ്പോഴായിരുന്നു ബോസ് അങ്ങോട്ടേക്ക് നോക്കുന്നതൊക്കെ കാണുന്ന അവളും പെട്ടെന്ന് തന്നെ മേശയുടെ അടിയിൽ ഒളിച്ചുമിരിക്കുന്നത്. അവള് മേശയിലുണ്ടായിരുന്ന പേഴ്സൊക്കെ എടുത്തതിന് ശേഷം അതിന്റെ അകത്തുണ്ടായിരുന്ന കവറൊക്കെ എടുത്തു മാറ്റുന്നു. പിന്നീട് സ്റ്റെപ്പൊക്കെ കയറി പോകുവാൻ നേരത്തായിരുന്നു അതുവഴി ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്ന സൺഷയ്ക്കിട്ട് അവൾ ഇടിക്കുന്നത്. അപ്പോഴാണ് ഇതിനു മുമ്പ് നടന്ന ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണിക്കുന്നത്. സൺഷ വെള്ളത്തിലൊക്കെ വീണ സമയത്ത് സോളും സൺഷയ്ക്ക് വേണ്ടി ഒരുപാട് കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നീട് സൺഷയുടെ ഡെഡ് ബോഡിയാണ് അവൾക്കും കിട്ടുന്നത്. സൺഷയുടെ കയ്യിലുണ്ടായിരുന്ന വാച്ചൊക്കെ പെട്ടെന്ന് മിന്നുന്നത് അവളുടെ ശ്രദ്ധയിലും പെടുന്നു. എങ്ങനെയാണ് എന്റെ വാച്ച് ടൈം മെഷീനായി മാറിയതെന്നൊക്കെ സഞ്ജയ് ഓർത്തതിനെ കുറിച്ചും
അവൾ ഓർക്കുന്നു. അതായത് പണ്ട് സനിച്ച മരിച്ച സമയത്തായിരുന്നു ആ ഒരു വാച്ചൊക്കെ ടൈം മെഷീനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും സനിച്ച് മരിച്ചിരിക്കുന്നു. അങ്ങനെ വീണ്ടും അത് ടൈം മെഷീനായി മാറിയിരിക്കുകയാണ്. നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടാതെ ഇരിക്കുകയായിരുന്നെങ്കിൽ എന്നൊക്കെ സോളും ആ ഒരു നിമിഷം സഞ്ജയുടെ ഡെഡ് ബോഡിയൊക്കെ നോക്കി ആലോചിക്കുകയാണ്. മാത്രമല്ല സഞ്ജയുടെ കയ്യിലുണ്ടായിരുന്ന വാച്ചിലും കൂടി അവൾ ഞെക്കി കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒരു ടൈം ട്രാവലൊക്കെ സംഭവിക്കുന്നു. ഈ ഒരു തവണത്തെ ടൈം ട്രാവലൊക്കെ സംഭവിക്കുമ്പോഴാകട്ടെ സോള് ആദ്യമായിട്ട് സൺജയ് സോളിനെ കണ്ട സമയത്തേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. പക്ഷേ സോളും അവർ പരസ്പരം കാണുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കുന്നു. സൺജയും തന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്ന കൊറിയറൊക്കെ ഇപ്പോൾ സോളിന്റെ വീട്ടിൽ വെച്ചതിന് ശേഷം പോവുകയാണ്. അതിനുശേഷം സോളും സൺജയും ഇപ്പോൾ കണ്ടുമുട്ടിയിരിക്കുന്ന സീനും കൂടി കാണിച്ചതിന് ശേഷം ഈ ഒരു എപ്പിസോഡൊക്കെ അവസാനിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.